10 പോലീസുകാർ നിൽക്കുകയാണെങ്കിൽ റോട്ടിൽ, അതിൽ പിണറായിയുടെ പുറകെ കൂടെ വന്നിട്ടുള്ളത് ആരാന്നുള്ള അവൻ്റെ മുഖത്തെ ദാഷ്ട്യം കാണാൻ പറയും. ഏറ്റവും വലിയ ടാഗ്ലൈനാണ് അവൾക്കൊപ്പം. പറയാൻ നല്ല എളുപ്പമാണ്. എന്നിട്ട് നിങ്ങൾ അവൾക്കൊപ്പം എവിടെയൊക്കെ ഉണ്ടായിരുന്നു എന്നുള്ളത് നമുക്കറിയാം. നിങ്ങൾ പറയുന്ന പോലെ മുസ്ലിംസിന് BJP യോടുള്ള, അല്ലെങ്കിൽ BJP എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വർഗീയവാദം ഉണ്ടാക്കുന്നവരാണെന്നുള്ള ആ തോന്നൽ അവർക്കില്ല. നിങ്ങൾ ഉണ്ടാക്കുകയാണ്. ഇത് കാണുമ്പോൾ എൻ്റെ താഴത്ത് ചില പേരുകളിലും ചില പാർട്ടികളിൽ നിന്നൊക്കെ തെറികൾ വരും. അത് കാണുന്ന സമയത്ത് നമുക്കറിയാം ഇതൊരു പർട്ടിക്കുലർ ഗ്രൂപ്പിൻ്റെയാണ്. നമ്മളെ തൊട്ട് കഴിഞ്ഞാൽ ചോദിക്കാൻ ആളുണ്ട് എന്നുള്ളൊരു ധൈര്യമുണ്ട് ഓരോ ഭാരതീയനും ഇന്നിവിടെ ജീവിക്കുമ്പോൾ. वहाँ से अगर एक गोली आएगा तो आप यहाँ से दिवाली भेज देना, हजारों का ताजाद में. പാകിസ്ഥാൻ വെടിവെച്ചാൽ പോലും നമ്മൾ പെർമിഷൻ ചോദിക്കണം, ഇവിടെ തിരിച്ചടിക്കട്ടെ എന്നുള്ളത്. അത് മാറി. നിങ്ങളുടെ ഓപ്പോസിഷൻ ലീഡർ എന്ന് പറയുന്ന LOP എന്ന് പറയുന്ന രാഹുൽ ഗാന്ധി എന്താണ് ആ പാർലമെന്റിൽ കാട്ടിക്കൊണ്ടിരിക്കുന്ന കോപ്രായങ്ങൾ? ശബരിമല വിശ്വാസികൾക്കൊപ്പം എന്ന് പറഞ്ഞൊരു സ്റ്റേറ്റ്മെന്റ് ഇറക്കുന്നു. തെരഞ്ഞെടുപ്പ് വരുന്നത് അതല്ലേ പറഞ്ഞത്. നിങ്ങളെപ്പോലെ ഇത്രയും ജാള്യതയില്ലാത്ത കുറേ വർഗങ്ങളെ ഞങ്ങൾ യോഗി ആദിത്യനാഥിനെ പോലെ പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെയും പറയും സംഗീതം. ഒറ്റ ആഴ്ച കൊണ്ടാണ് 300 ഗുണ്ടകളെ വെടിവെച്ചു വന്നത്. സാറിന് എന്ത് ഉറപ്പാണ് അവർക്ക് നൽകാനുള്ളത്? ഞാൻ പറഞ്ഞതെന്ന് വെച്ചാൽ നിങ്ങൾക്ക് നിങ്ങളുടെ ഒരു പ്രശ്നം വരുന്ന സമയത്ത് നെഞ്ചു പിടിച്ച് നിൽക്കാൻ നിങ്ങളുടെ മുന്നിൽ ഞാൻ ഈ ഉറപ്പൊരു പട്ടാളക്കാരൻ്റെ ഉറപ്പാണ്. ഇപ്പൊ നമ്മൾ ഈ ആഭ്യന്തര വകുപ്പിനെ എടുത്ത് നോക്കുകയാണെങ്കിൽ മുഖ്യമന്ത്രി തന്നെ നേതൃത്വം നൽകുന്ന വകുപ്പാണ് ആഭ്യന്തര വകുപ്പ്. അതെന്തൊരു വിരോധാഭാസമാണത്. എന്നിട്ട് ഞങ്ങൾ വിജിലൻസിൻ്റെ അടുത്ത് പറഞ്ഞു, എന്താ വിജിലൻസ് നിങ്ങളുടെ അണ്ടറിലല്ലേ? എല്ലാം നിങ്ങളുടെ അണ്ടറിലാണ്. അതുകൊണ്ടാണ് മുഖ്യമന്ത്രി ഹോം മിനിസ്ട്രി കൊടുക്കാത്തവിടെ. എൻ്റെ ദാഷ്ട്യം കാണിക്കണമെങ്കിൽ എനിക്കിത് എൻ്റെ കയ്യിൽ വേണം. അമേരിക്കയിൽ പോകുമ്പോൾ 14 ദിവസം പോലും ഇതൊരു ചാർജും കൊടുക്കാതെ ഓൺലൈനിൽ. അത്ര ഇൻസെക്യൂരിറ്റിയാണ്, അത്ര ഇഷ്ടമാണ് ആ ചെയറിനോട്, അധികാര ചെയറിനോട്. അത് അടിയിൽ നിന്നാണ് പോകുന്ന സമയത്ത് പിന്നെ അറിയും. ഇപ്പം തന്നെ ജനങ്ങൾ കൂവല്ലേ വഴിയിൽ, എന്താ ഇലക്ഷൻ എടുക്കാറായി, നിങ്ങൾ പോകാറായി എന്നുള്ളത് ജനങ്ങൾ തീരുമാനിച്ചു. പക്ഷെ ഇപ്പം ഇന്നലെ ശബരിമല വിശ്വാസികൾക്കൊപ്പം എന്നും പറഞ്ഞൊരു സ്റ്റേറ്റ്മെന്റ് ഇറക്കുന്നു. തെരഞ്ഞെടുപ്പ് വരുന്നത് അതല്ലേ പറഞ്ഞത്. നിങ്ങളെപ്പോലെ ഇത്രയും ജാള്യതയില്ലാത്ത കുറേ വർഗങ്ങളെ ഞാൻ കണ്ടിട്ടില്ല. നിങ്ങളെന്നാൽ അങ്ങനെയാണെങ്കിൽ 10-20,000-ഓളം അമ്മമാരുടെയും പെങ്ങന്മാരുടെയും പേരിൽ കേസുണ്ട്. അവരിന്നും പല കോടതികളിൽ കയറി കിടക്കുകയാണ്. എൻ്റെ ആ കേസെല്ലാം ഒന്നടക്കം വിശ്വാസികൾക്കൊപ്പമാണെങ്കിൽ ആദ്യം അതല്ലേ അനൗൺസ് ചെയ്യേണ്ടത്? അത് ചെയ്തിട്ടില്ല. കാരണം അത് മറന്നു, ഡ്രാമയിൽ അത് മറന്നു. അപ്പോൾ നമുക്കതെടുത്ത് നിങ്ങൾ അങ്ങനെയാണെങ്കിൽ എന്ത് കാണിക്കാൻ? സോ യു ആർ ജസ്റ്റ് ഗിവിങ് എ സ്റ്റേറ്റ്മെൻറ്റ് വിച്ച് ഹസ്, അത് നിങ്ങൾക്ക് ഒരു വിധത്തിലും ബാധിക്കാത്ത സ്റ്റേറ്റ്മെൻറ്റാണ് നിങ്ങൾ കൊടുത്തുകൊണ്ടിരിക്കുക. അതാണ് ശബരിമല വിശ്വാസികൾക്കൊപ്പം. നിങ്ങൾ പറഞ്ഞില്ലെങ്കിൽ വിശ്വാസികൾക്കൊപ്പം തന്നെയാണ് ശബരിമല. ഇപ്പം അയ്യപ്പ ഭക്ത സംഗമം എന്ന് പറഞ്ഞിട്ട് ഒരു സംഗമം നടത്തി ഒരുപാട് പൈസ ചെലവാക്കി എന്നല്ലാതെ. ചിലവാക്കിയില്ല, കുറേ പൈസ കട്ടു, എന്നിട്ട് ഗുണമൊന്നും ഉണ്ടായില്ല. അതല്ലേ പറഞ്ഞത്. നിങ്ങളെവിടെ ചിലവാക്കി എന്ന് പറയുന്നത്? കുറേ പൈസ കിട്ടുമോ? നന്ദഗോവിന്ദംകാരുടെ അടക്കം 8 ലക്ഷം എഴുതിയിരിക്കുന്നു. ആ പയ്യൻ അവിടെ ഉണ്ടായിരുന്ന പോലില്ല, വിപിനൊന്നും. അപ്പം ഓരോരുത്തരും അവിടെ ഇവിടെ ഇല്ലെങ്കിൽ പോലും എഴുതി തള്ളാവുന്നേ ഉള്ളൂ. ഇതൊക്കെ നമ്മളൊരു സ്ഥലത്ത് ഉണ്ടാവണമെന്നില്ല. അപ്പോൾ അതൊക്കെ അവർക്ക് അറിയാം എങ്ങനെ ചെയ്യണമെന്നുള്ളത്. അതവർ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ഇപ്പം നമ്മുടെ നാട്ടിൽ പോലീസ് അട്രോസിറ്റീസ് കൂടുന്ന ഒരു സാഹചര്യം ചില സമയത്ത് നമുക്ക് കാണാൻ സാധിക്കും. പ്രത്യേകിച്ച് ഇടത് പാർട്ടിയുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും പ്രശ്നങ്ങളാണെങ്കിൽ അത് കുറച്ചും കൂടി അധികമാണ്. പക്ഷെ നമ്മൾ പട്ടാളക്കാരെ എടുത്തു നോക്കുമ്പോൾ അവർ നൽകുന്ന ഒരു റെസ്പെക്റ്റ് ഉണ്ട്. ഒരു കോമൺ മെൻ ആണെങ്കിൽ പോലും അത് സാറിന് കൃത്യമായിട്ട് അറിയുന്നുണ്ടാകും. അവർ സംസാരിക്കുന്ന രീതിയിലുണ്ടാകുന്ന ഒരു റെസ്പെക്റ്റ്, അതൊക്കെ കൃത്യമായി അവർ പാലിക്കുന്നത് നമ്മൾ കണ്ടു. പക്ഷെ നമ്മുടെ നാട്ടിലെ സാഹചര്യത്തിൽ വ്യത്യാസമുണ്ട്. ഇന്ന് നമ്മളിപ്പോൾ ജനമൈത്രി പോലീസാണെന്ന് പറയുന്നുണ്ടെങ്കിലും ചില സ്ഥലത്തെങ്കിലും നമ്മൾ പേടിക്കേണ്ടി, നമുക്കൊരു വലിയ സപ്പോർട്ട് ഇല്ലെങ്കിൽ നമുക്ക് കയറി ചെന്നൊരു പരാതി പറയാൻ ഉണ്ടാകുന്ന ബുദ്ധിമുട്ടുകളുണ്ട്. അപ്പോൾ ഒരു ഹോം മിനിസ്റ്റർ ആകുകയാണെങ്കിൽ അതിലൊരു മാറ്റം വരുത്താൻ സാറിന് സാധിക്കില്ലേ? 10 പോലീസുകാർ നിൽക്കുകയാണെങ്കിൽ റോട്ടിൽ, അതിൽ പിണറായിയുടെ പുറകെ കൂടെ വന്നിട്ടുള്ളത് ആരാന്നുള്ള അവൻ്റെ മുഖത്തെ ദാഷ്ട്യം കാണാൻ പറയും. ബാക്കിയുള്ളവരാ നല്ല സൗമ്യമായിട്ടുള്ള മുഖവും, യെസ് കം, ക്യാൻ ഐ ഹെൽപ്പ് യു എന്നുള്ള ലുക്കും, മറ്റവൻ്റെ ദാഷ്ട്യത്തിൽ നീ ഏത് മേജർ രവി ആണെങ്കിലും ശരി, മറ്റാണ് ഞാൻ പിണറായിയുടെ ആളാണെന്നുള്ളത് മുഖത്ത് എഴുതി വെച്ചിട്ടുണ്ട്. അതുപോലും കറക്റ്റായിട്ട് അഭിനയിക്കാൻ എനിക്കറിയില്ല. അറ്റ്ലീസ്റ്റ് വീണ ജോർജിൻ്റെ അടുത്ത് അഭിനയെങ്കിലും പഠിക്കും നിങ്ങൾ. അങ്ങനെയൊക്കെ പഠിച്ചിട്ട് ആരെ കണ്ടു കഴിഞ്ഞാലും ഒരു സ്മൈൽ കൊടുക്കാൻ നോക്ക്. അപ്പോൾ അവിടെ ഉണ്ട് ഈ ആൾക്കാർ. ഇങ്ങനെയുള്ളവരെയൊക്കെ നമ്മൾ തിരഞ്ഞു പിടിച്ച് പുറത്തേക്കാക്കണം. ഈ പാർട്ടി ബേസിൽ വന്നിട്ടുള്ള എല്ലാ പോലീസ് ഉദ്യോഗസ്ഥന്മാരെയും പിടിച്ച് പുറത്താക്കണം. പഠിച്ച് അധ്വാനിച്ച് PSCയും പാസ്സായി വന്നിട്ടുള്ള എത്രയോ നല്ലവരുണ്ട്, പാവങ്ങൾ. അവരെ വർക്ക് ചെയ്യാൻ പോലും സമ്മതിക്കാതെ യൂണിയനും കൊണ്ട് നടന്ന് യവന്മാരുടെ ധാർഷ്ട്യം അത് പബ്ലിക്കിലേക്കും കാണിക്കുന്നുണ്ട്. എത്രയോ പോലീസുകാർ വൃത്തിയുടെ സംഭവം, പക്ഷെ എത്രയോ പോലീസുകാർ നല്ല ബിഹേവിയറും അവർ ആ പ്രൊട്ടക്ഷൻ്റെ
അവരുടെ മുഖത്തത് കാണും. ഐ എം ഹിയർ ടു പ്രൊട്ടക്റ്റ് യു എന്നുള്ളത്. മറ്റവൻ്റെ കാരണം എനിക്ക് ആരെയും പേടിയില്ല മോനെ. എനിക്ക് മുഖ്യമന്ത്രി തന്നിട്ടുള്ള സീറ്റാണ്, അല്ലെങ്കിൽ പാർട്ടി തന്നിട്ടുള്ളതാണ്. അപ്പോൾ അവിടെയാണ് നമ്മൾ ജനങ്ങൾക്ക് അതല്ലേ പറഞ്ഞത്. ഹോം മിനിസ്റ്ററൊക്കെ ആയിക്കഴിഞ്ഞാൽ അതുപോലെ ജയിലിൽ കുറേ പോലീസുകാരുണ്ടല്ലോ കിടക്കുന്നത്, ഗുണ്ടകളായിട്ടുള്ളവന്മാരെ. അല്ല, കുറേ മറ്റേ പാർട്ടിയുടെ കൊലയാളികളും മലയാളികളും എല്ലാം അവിടെ കിടപ്പുണ്ട്. അവരൊരു പോലീസുകാരെക്കാളിലും കുറവല്ല. അവർക്ക് തോന്നുമ്പോൾ അവരിറങ്ങിപ്പോകും, രാത്രിയിൽ കാലത്ത് വന്ന് റിപ്പോർട്ട് ചെയ്യുന്നു. ഇതൊക്കെ അറിയാഞ്ഞിട്ടാണോ? അപ്പോൾ ഇതിനൊക്കെ ഒരു ധാരണ വരുത്തണമെങ്കിൽ യു ഷുഡ് ഹാവ് എ വെരി ന്യൂട്രൽ. യോഗി ആദിത്യനാഥിനെ പോലെ പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെയും പറയും സംഗീതം ഒക്കെ കണ്ടുപിടിക്കാൻ വലിയൊരു മാറ്റം കണ്ടില്ലേ? ഒറ്റ ആഴ്ച കൊണ്ടാണ് 300 ഗുണ്ടകളെ വെടിവെച്ച് വന്നത്. യു പി ക്ലീനായി. ബാക്കി 6000-ഓളം ആളുകൾ ഗുണ്ടാ ലിസ്റ്റിൽ ഉണ്ടായിരുന്നവർ ജയിലിൽ വന്ന് സറണ്ടർ ചെയ്തു. ഇല്ലെങ്കിൽ പുറത്തുനിന്ന് അയാളത് കൊല്ലും. അപ്പം എന്താ മനസ്സമാനത്തെ അവരവിടെ പുട്ടടിച്ച് കിടക്കുന്നുണ്ട്, ജനങ്ങൾ സമാനത്തിൽ ജീവിക്കുന്നുണ്ട്. അതുകൊണ്ടല്ലേ രണ്ടാമത് വരുന്നതിന് മുന്നേ പറഞ്ഞല്ലോ മുത്തലാഖ് ചെയ്തു, മുസ്ലിങ്ങൾ മുഴുവൻ എഗൻസ്റ്റ് ആയിരിക്കും. മുസ്ലിം ഏരിയയിൽ പോയിട്ട് മുസഫാബാദിലോ എവിടെയാണ് അങ്ങനെയൊക്കെ മാക്സിമം വോട്ട് കിട്ടിയിരിക്കുന്നത് മുസ്ലിംസിൻ്റെ വോട്ടുകളാണ്. അപ്പോൾ നിങ്ങൾ പറയുന്ന പോലെ മുസ്ലിംസിന് ബി ജെ പിയോടുള്ള, അല്ലെങ്കിൽ ബി ജെ പി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വർഗീയവാദം ഉണ്ടാക്കുന്നവരാണെന്നുള്ള ആ തോന്നൽ അവർക്കില്ല. നിങ്ങൾ ഉണ്ടാക്കുകയാണ്. എന്നിട്ട് ബന്ധം ഞങ്ങൾ നിങ്ങളുടെ പ്രൊട്ടക്ടറാണ് കേട്ടോ, നിങ്ങൾ ഞങ്ങൾക്ക് വോട്ട് ചെയ്യണം, ഞങ്ങളുടെ കൂടെ നിൽക്കും. ആവശ്യമില്ല. ശരിക്കും പറഞ്ഞാൽ ഈ മുത്തലാഖ് നിയമം പിൻവലിച്ചപ്പോൾ അത് ഏറ്റവും കൂടുതൽ ഗുണം ചെയ്ത മുസ്ലിങ്ങളെയാണ്, മുസ്ലിം സ്ത്രീകളെയാണ്. ആ സ്ത്രീകൾ ആണ് അദ്ദേഹത്തെ രണ്ടാമതും പവറിൽ കൊണ്ടുവന്നത്. സോ ജനങ്ങൾക്ക് വേണ്ടത് ഒരു മിനിസ്ട്രി കൊടുക്കുന്നുണ്ടെങ്കിൽ അതിന് എന്തിനാണ് നിങ്ങൾ കമ്മ്യൂണിസ്റ്റ് കോൺഗ്രസ് എന്നൊക്കെ പറയുന്നത്? യോഗി ആദിത്യനാഥ് എന്ന് പറയുന്ന വ്യക്തി ഒരു BJP കാരനാണ്, ഒരു RSS കാരനാണ്. അദ്ദേഹത്തിനെയോ അല്ലെങ്കിൽ ഈ RSSനും BJP അല്ലേ നിങ്ങൾ പറയുന്ന വർഗീയവാദികളാണെന്നുള്ളത്? ആ വർഗീയവാദികളാണെങ്കിൽ എന്തുകൊണ്ട് മുസ്ലിം സ്ത്രീകൾക്കുള്ള പ്രൊട്ടക്ഷൻ അദ്ദേഹം ഓർഡർ പാസ്സാക്കി? നിങ്ങളിവിടെ പറയും സ്ത്രീ സുരക്ഷ മറ്റത്, നിങ്ങളൊന്നും ചെയ്യുന്നില്ല. ഏറ്റവും വലിയ ടാഗ് ലൈനാണ് അവൾക്കൊപ്പം. അതൊക്കെ പറയാൻ നല്ല എളുപ്പമാണെന്ന്. എന്നിട്ട് നിങ്ങൾ അവൾക്കൊപ്പം എവിടെയൊക്കെ ഉണ്ടായിരുന്നു എന്നുള്ളത് നമുക്കറിയാം. നിങ്ങൾ പാർട്ടിക്കകത്ത് പോലും ഒരു റേപ്പ് കേസ് നടന്നു കഴിഞ്ഞാൽ അതിൻ്റെ എന്താളക്കണം, അതിൻ്റെ തീവ്രത നിങ്ങളുടെ ലാംഗ്വേജിലേ ഉണ്ട്. ഈ തീവ്രത നിങ്ങൾ സംസാരിക്കുന്ന മുഴുവൻ, കമ്മ്യൂണിസ്റ്റുകാർ സംസാരിക്കുന്ന മുഴുവൻ ഈ തീവ്രത എന്നുള്ളത്. അപ്പം എന്താണ് ഇവർ ആ ഒരു ലൈനിലാണ് ഇവരുടെ പോക്ക്. TV ചാനലിലെ ചർച്ചകൾ നോക്കിയിട്ടുണ്ടോ? ഇവർ വൃത്തിയായിട്ട് സംസാരിക്കും. അവർ എടാ നിൻ്റെ തന്തയുടെ എല്ലാം എന്നൊക്കെ. എന്നിട്ട് അവരുടെ ലാംഗ്വേജ് എങ്ങനെയാണ്? ഒരുത്തനെടുത്തിട്ട് RSSൻ്റെ തറവാട്ടിലെ സ്വത്തെല്ലാം നാലാക്കി മടക്കി 30ആക്കി കീറി എന്നൊക്കെ പറയുന്നത് എന്തൊക്കെയോ പറഞ്ഞുകൊണ്ടിരിക്കും. പിന്നെ അവരങ്ങ് തോൽക്കാൻ തുടങ്ങി കഴിഞ്ഞാൽ മറ്റൊരാളെയും സംസാരിക്കാൻ വിടൂല്ല. അങ്ങോട്ട് ആ പറഞ്ഞെന്നെ പറഞ്ഞു, അവനറിയില്ല അവൻ എന്താ പറയുന്നത്. പക്ഷെ അവിടെ ഒച്ചയും മുഴുവൻ ഉണ്ടാക്കുന്നത് പാർട്ടി ക്ലാസ്സിന് പറഞ്ഞു കൊടുത്തിട്ടുള്ളതാണ്. ഇപ്പം നമുക്കറിയാം ഓപ്പറേഷൻ സിന്ദൂർ നമ്മുടെ രാജ്യത്തിൻ്റെ തന്നെ വലിയ രീതിയിൽ അഭിമാനം ഉയർത്തിയ ഒരു ഓപ്പറേഷൻ ആയിരുന്നു. പക്ഷെ നമ്മുടെ നാട്ടിൽ ഓപ്പറേഷൻ സിന്ദൂർ ഒന്ന് എഴുതി വെച്ച് കഴിഞ്ഞാൽ പ്രശ്നമാണ്, ഒരു പൂക്കളം ഇട്ട് കഴിഞ്ഞാൽ പ്രശ്നമാണ്, അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട് എന്ത് ചെയ്താലും ആ വാക്ക് പറഞ്ഞാൽ തന്നെ ഇവിടെ ആർക്കൊക്കെ വലിയ വിമിഷ്ടമാണ്. പക്ഷെ നമ്മുടെ രാജ്യത്തിലെ പൗരന്മാർക്ക് വേണ്ടി നമ്മുടെ സൈന്യം ചെയ്ത ഒരു കാര്യത്തിനെ പുച്ഛിക്കുകയല്ലേ ഈ സർക്കാർ ചെയ്യുന്നത്? അത് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കില്ല. നിങ്ങളുടെ ഓപ്പോസിഷൻ ലീഡർ എന്ന് പറയുന്ന LOP എന്ന് പറയുന്ന രാഹുൽ ഗാന്ധി എന്താണ് ആ പാർലമെൻറ്റിൽ കാട്ടിക്കൊണ്ടിരിക്കുന്ന കോപ്രായങ്ങൾ? ഒരു പാർലമെൻറ്റേറിയൻ ലാംഗ്വേജ് എന്ന് പറയുന്ന സംഭവമുണ്ട്. ഈ ന്യൂസൻസ് അല്ലെങ്കിൽ ഇഡിയറ്റ് എന്നൊന്നും പാർലമെൻറ്റ് യൂസ് ചെയ്യാൻ പാടില്ല. അല്ലെങ്കിൽ അരേ യാർ എന്നാണ് ആ ഒരു ലെവലാണത്. എന്തോ അടയത് ഇതാണ് മലയാളത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ. ആ യാറെന്ന് സ്പീക്കറിനെ വിളിക്കുന്ന ഒപ്പോസിഷൻ ലീഡറിൻ്റെ പാർട്ടീനെ കണ്ടതാണ്. അപ്പോൾ നിങ്ങൾ പാർലമെൻറ്റിൻ്റെ അടക്കം സാങ്ക്ടിറ്റി കളഞ്ഞു. എന്നാൽ സ്ത്രീകളെ കൊണ്ടുപോയിട്ട് പ്രൈം മിനിസ്റ്ററുടെ അവിടെ കൊണ്ടുപോയിട്ട് ഗെറാവ് ചെയ്യാൻ പറ്റുന്നു. വാട്ട് ഈസ് ഇറ്റ്? നിങ്ങൾ സ്കൂളിൽ ഈ പാർലമെൻറ്റൊക്കെ പഠിച്ചിട്ടുള്ളതല്ലേ? ഹൈസ്കൂളിൽ നമ്മളെ എന്തിനാണ് ഇതൊക്കെ പഠിക്കുന്നത്? ഇതൊക്കെയാണ് നിങ്ങളൊരു പൊളിറ്റീഷ്യൻ ആവുകയാണെങ്കിൽ ചെയ്യേണ്ടതെന്നൊക്കെ പറഞ്ഞാൽ അവിടെ പഠിപ്പിച്ചതിനേക്കാൾ ടോട്ടൽ ഓപ്പോസിറ്റാണ് നമ്മളിവിടെ കാണുന്നത്. അതാരും വന്നതിന് ശേഷം ഈ രാഹുൽ ഗാന്ധി 2ാം ടേമിൽ ഒപ്പോസിഷൻ ലീഡർ ആയതിനു ശേഷമാണ് കാണുന്നത്. ഒരു ടിപ്പിക്കൽ ടീഷർട്ടൊക്കെ ഇട്ട് അത് പോക്കറ്റിൽ കൈയൊക്കെ ഇട്ടുകൊണ്ട് എല്ലാറ്റിനും ഒരു ഡെക്കോറമുണ്ട്. നിങ്ങൾ ഈ ടീഷർട്ട് ഇട്ടിട്ട് എൻ്റെ ആർമി മെസ്സിൽ ഒരു പാർട്ടിക്ക് വിളിച്ചിട്ട് നിങ്ങൾ ടീഷർട്ട് ഇടുക, അതോട് കേട്ടില്ല. നിങ്ങൾ ഏത് വലിയ ഗാന്ധിയാണെങ്കിലും ശരി. കാരണം അവിടെ ചില ഡെക്കോറംസ് ഉണ്ട്. MF ഹുസൈൻ ഇത്രയും വലിയ ആളല്ലേ, ഡിഫൻസ് സർവീസ് ഓഫീസേഴ്സിൻ്റെ ഇൻസ്റ്റിറ്റ്യൂട്ട് ഡൽഹിയിലുണ്ട്, തോളക്വാല്.
അവിടെ ഒരു ഫംഗ്ഷൻ വന്നു, അങ്ങനെ ചെരുപ്പിട്ടില്ലായിരുന്നു, കയറ്റിയില്ല അവിടെ. നിങ്ങൾ MFSന് ആരോ ആയിക്കോട്ടെ, ഇതിനകത്ത് കയറണമെങ്കിൽ ഇതിൻ്റേതായിട്ടുള്ള റെക്കോർഡൻസ് ഉണ്ട്. ഷൂസ് ഇട്ടിട്ടേ കയറാൻ പറ്റില്ല, ചെരുപ്പ് പോലും ഇല്ല, കയറ്റിയില്ല. അപ്പം അതൊക്കെ ഉള്ളൊരു രാജ്യത്ത് നിങ്ങൾ പാർലമെൻറ്റിൽ കാണിക്കുന്ന ഈ കോപ്രായങ്ങൾ നമ്മുടെ കുട്ടികൾ കണ്ടുകൊണ്ടിരിക്കില്ലത്. ഒരു സ്പീക്കറിനെ എങ്ങനെ സംസാരിക്കണം, പിന്നെ ഒരു സ്പീക്കർ മാറിയിട്ട് ചെയർപേഴ്സൺ ആവുന്ന സമയത്ത് ആ ചെയർപേഴ്സണെ എങ്ങനെ അഡ്രസ്സ് ചെയ്യണം എന്നുള്ളത് വേണുഗോപാലിൻ്റെ അടുത്ത് ചോദിക്കുന്ന ഓപ്പോസിഷൻ ലീഡർ നമ്മൾ കണ്ടതാണ്. സോ നിങ്ങൾക്ക് നോളേജ് എന്താണ്, വോട്ട് ആർ യു? പിന്നെ എന്തെങ്കിലും ചോദ്യം ചോദിച്ചു കഴിഞ്ഞാൽ അതൊന്നുമില്ല, ഏതെങ്കിലും ഇംഗ്ലീഷ് പറഞ്ഞിട്ട് അവിടുന്ന് ഇവിടുന്ന് കറക്കിയിട്ട് തന്നെത്താൻ ചിരിക്കുക. ആ ആളാണ് നമ്മുടെ പ്രൈം മിനിസ്റ്റർ ആവണമെന്ന് ആഗ്രഹിക്കുന്നത്. ഐ ഡോണ്ട് തിങ്ക് ഹി വിൽ ഗെറ്റ് എ ചാൻസ്. അറ്റ്ലീസ്റ്റ് ഒരു 75 വയസ്സ് വരെയൊന്നും ഉണ്ടാവില്ല. പണ്ട് 55-60 ആവാറായല്ലോ. സോ അതിൽ പറഞ്ഞ് ഈ രാജ്യത്തിൽ യു നീഡ് എ സ്ട്രോങ് ഡെമോക്രസി. ഒരു നല്ലൊരു കുടഞ്ഞ് അഴിച്ചു പണി വേണം. കുറച്ച് ആൾക്കാർക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വരില്ല, പക്ഷേ ഒരു കൊല്ലം കഴിയുമ്പോഴത്തേക്കും രാജ്യം ക്ലീനാവും. ഈ കഴിഞ്ഞ 11 വർഷത്തിൽ കണ്ട ക്ലീൻലിനെസ്. ഇന്ന് എനിക്ക് റോഡിലൊരു പേപ്പർ ഇടാൻ പേടിയാണ്, കാരണം ഞാൻ പോകുന്ന റോഡൊക്കെ അത്രയും ക്ലീനാണ്. ഇവിടുത്തെ കുട്ടികൾക്ക് വരെ സ്വച്ഛ് ഭാരത് എന്താ അറിയാം, അവരുടെ അടുത്ത് പെറുക്കി അപ്പുറത്ത് ഇടുന്നുണ്ട്. അതൊക്കെ പഠിപ്പിക്കണമെങ്കിൽ ഒരു പ്രൈം മിനിസ്റ്ററുടെ മൈൻഡ് സെറ്റ് അല്ലേ അത്? ഹൂ ടുക്ക് ദാറ്റ് ഇനിഷ്യേറ്റീവ്? ഇന്ന് റെയിൽവേ സ്റ്റേഷനിൽ പോയി കഴിഞ്ഞാൽ മൂക്ക് പൊത്തേണ്ട ആവശ്യമില്ല. ടോയ്ലറ്ററീസ് ഐ മീൻ ട്രാക്സ് ആർ സോ ക്ലീൻ. അല്ലെങ്കിൽ നമ്മൾ അവിടെ കണ്ടത് മുഴുവൻ എന്തായിരുന്നു? മൂത്രത്തിൻ്റെയും അമേദ്യത്തിൻ്റെയും എല്ലാം സ്മെല്ലുണ്ടായിരുന്ന റെയിൽവേ സ്റ്റേഷൻ ഒരു കാലത്തുണ്ടായിരുന്നു. ഇന്നതൊന്നുമില്ലാതെ ഇതൊക്കെയാണ് ഇമ്പ്രൂവ്മെൻ്റ് എന്ന് പറയുന്നത്, വിഷൻ എന്ന് പറയുന്നത്. ട്രെയിനുകളുടെ ചേഞ്ച്, വന്ദേ ഭാരത് പോലുള്ള ട്രെയിനുകൾ വന്നിരിക്കുന്നു, ഇരുന്നുകൊണ്ട് പോകുന്നു, ബർത്തില്ലെങ്കിൽ, പിന്നെ അത് ലോങ് ഡിസ്റ്റൻസ് ആണെങ്കിൽ അത് ബർത്തുമാക്കി. അങ്ങനെ നമ്മൾ ഇമ്പ്രൂവ് ചെയ്യുമ്പോൾ ആ ആളെക്കുറിച്ചിട്ട് അമേരിക്കയിലും അവിടെ ഇവിടെ ഇന്ത്യാസ് എക്കണോമി ഈസ് ഡെഡ് എക്കണോമി, സ്വന്തം രാജ്യത്തെക്കുറിച്ചാണ്. അപ്പോൾ നിന്നെയൊക്കെ പോറ്റുന്ന ഞങ്ങളുടെ രാജ്യത്തിനെ പറയണം. നിങ്ങളൊക്കെ ഇവിടെ ഇട്ടിട്ട് ഇങ്ങനെ പോറ്റുന്നുണ്ടല്ലോ, അതിന് നിങ്ങൾ നന്ദി പറയണം. ഇതുപോലെ എൻ്റെ നിൽക്കുന്ന രാജ്യത്തെക്കുറിച്ച് വൃത്തിയോട് പറയാൻ അധികാരം കിട്ടുന്ന ഒരു രാജ്യം വേറെ ഉണ്ടാവില്ല. ഇപ്പം നമ്മൾ നമ്മുടെ സൈനിക ശക്തിയെ നോക്കുമ്പോഴും കൃത്യമായി തിരിച്ചടികൾ കൊടുക്കാൻ തുടങ്ങിയത് കഴിഞ്ഞ 10 വർഷത്തിലാണ് നമുക്ക് പറയാൻ പറ്റും. 11 വർഷത്തിൽ. അപ്പോൾ നമ്മൾ കൃത്യമായി ഇപ്പോൾ നമ്മളെ തൊട്ട് കഴിഞ്ഞാൽ ചോദിക്കാൻ ആളുണ്ട് എന്നുള്ളൊരു ധൈര്യമുണ്ട് ഓരോ ഭാരതീയനും ഇന്നിവിടെ ജീവിക്കുമ്പോൾ. ആ ഒരു മാറ്റം വന്നതും ഇന്ത്യ സർക്കാരിന് ശേഷമാണ് എന്നുള്ളതല്ലേ? അതിനകത്ത് ഒരു സംശയമില്ല. കാരണം ഞാൻ ആ സമയത്ത് സർവീസ് ചെയ്തിരുന്ന ആളാണ്. അന്ന് ഞങ്ങൾ ഫേസ് ചെയ്യുന്ന പ്രോബ്ലംസ് നമുക്കറിയാം. പാകിസ്ഥാൻ വെടിവെച്ചാൽ പോലും നമ്മൾ പെർമിഷൻ ചോദിക്കണം, ഇവിടെ നിന്ന് തിരിച്ചടിക്കട്ടെ എന്നുള്ളത്. അത് മാറി. അത് മോദി ഗവൺമെൻറ് വന്ന് 2014 വന്നു. 14 ദീപാവലിക്കാണെന്ന് തോന്നുന്നു അദ്ദേഹം ആദ്യമായിട്ട് ലേ ലഡാക്ക് സെക്ടറിൽ പോയി പട്ടാളക്കാരുടെ അടുത്ത് പറഞ്ഞു. അപ്പോൾ അന്ന് അനൗൺസ് ചെയ്താണ്, വഹാ സെ അഗർ ഏക് ഗോളി ആയേഗ ആ ഗയാ തോ ആപ് യഹാ സെ ദിവാലി ഭേജന ഹസാരോं का ताज़ाद में. ഇതാണ് പട്ടാളക്കാർക്ക് കൊടുക്കുന്ന ഒരു മനോവീര്യം എന്ന് പറയുന്നത്. മറ്റത് അവിടുന്ന് 1 വന്ന് 10 വന്നാലും ചോദിച്ചുകൊണ്ടിരിക്കുകയാണ് ഡൽഹിയിൽ തിരിച്ചടിക്കട്ടെ. അത് മാറ്റിയത് അദ്ദേഹമാണ്. അതുകൊണ്ടാണ് ഈ നർവാണയുടെ ബുക്ക് വന്ന സമയത്ത് ഞാൻ ഒരു സ്റ്റേറ്റ്മെൻറ്റ് കൊടുത്തത്. നർവാണയെ അങ്ങനെ പറഞ്ഞിട്ടുണ്ട്, മോദി പെർമിഷൻ കൊടുത്തിട്ടില്ല എന്ന് പറഞ്ഞ് നർവാണേനെയാണ് കോർട്ട് മാർഷൽ ചെയ്യേണ്ടത്. കാരണം ഈ ഓർഡർ ഓൾറെഡി ഉണ്ട്, മോദി പറഞ്ഞിട്ടുണ്ട്. ബോർഡറിലെ കാര്യങ്ങൾ നിങ്ങളാണ് യഥാർത്ഥ അനലൈസ് ചെയ്യേണ്ട ആളുകളാണ്. അപ്പോൾ നിങ്ങൾ ചെയ്തോ എന്ന് പറഞ്ഞ സിറ്റുവേഷനിൽ എന്തിനാണ് നർവാണ ഇങ്ങനെ ഒരു ഫയൽ അവിടെ കൊടുത്തത്? പിന്നീട് അദ്ദേഹം ക്ലാരിഫൈ ചെയ്ത് ഞാൻ അങ്ങനെ ഒരു ഫയൽ കൊടുത്തിട്ടും ഇല്ല, ചൈന നമ്മുടെ 1 ഇഞ്ച് പോലും പിടിച്ചിട്ടുമില്ല. അപ്പോൾ ഇതെല്ലാം പറയുന്നതിന് മുന്നേ ഒരു പുസ്തകത്തിൻ്റെ കവറും കൊണ്ടുണ്ട്, തുറന്നിട്ടൊന്നും കാണിച്ചിട്ടില്ല, അതിൻ്റെ പ്രിൻ്റൊന്നും. എപ്പോഴും ഒന്ന് തുറന്ന് നോക്കുമ്പോൾ ബ്ലാങ്ക് പേപ്പേഴ്സാണ്. എന്തൊക്കെയാണ് നിങ്ങൾ ഈ കാട്ടിക്കൂട്ടുന്നത്? ഒരു ഐ ഡോണ്ട് നോ. അപ്പോൾ അവിടെ നിങ്ങൾ എന്ത് കൊഞ്ഞാൻ കുത്തിയാലും ശരി, മോദി എന്ന് പറയുന്ന ഒരു ശക്തി അതൊരു കരിഷ്മാറ്റിക് സംഭവം തന്നെയാണ്. ഇത് കാണുമ്പോൾ എൻ്റെ താഴത്ത് ചില പേരുകളിലും ചില പാർട്ടികളിൽ നിന്നൊക്കെ തെറികൾ വരും. ഓക്കെ, ഇവർക്കറിയില്ല. ഇവർ അത് കാണുന്ന സമയത്ത് നമുക്കറിയാം ഇതൊരു പർട്ടിക്കുലർ ഗ്രൂപ്പിൻ്റെ ആണെന്ന്. ഫ്രസ്ട്രേറ്റഡ് ആയിട്ടുള്ള കുറേ എണ്ണമുണ്ട്. ഒരു 0.0001%. ഇവന് ഒരു പണിയില്ല, തുറവില്ല, ഒന്നുമില്ല. ഇവന് മോദീനെ തെറി വിളിക്കാൻ വേണ്ടി മാത്രം ഒരു നെറ്റം തുടങ്ങും. അവൻ്റെ ഫോളോവേഴ്സ് നോക്കിക്കഴിഞ്ഞാൽ ചിലപ്പോൾ 4, 8 ഇങ്ങനെയൊക്കെ ആയിരിക്കും. പക്ഷെ ഇവൻ്റെ കമൻ്റ് ആയിരിക്കുന്നത് അതിനാരും മൈൻഡ് ചെയ്യാറില്ല. പക്ഷെ അവന് സാറ്റിസ്ഫാക്ഷൻ, ഞാനിവിടെ 10 തെറി വിളിച്ചു. അതാണ് ഇവിടെ നടക്കുന്നത്. നമുക്ക് പാലക്കാട്ടേക്ക് വരാം.
പാലക്കാട് എന്ന് പറയുമ്പോൾ നമുക്കറിയാം BJP വലിയ സാധ്യതയുള്ള ഇടമാണ്. പാലക്കാടുള്ള എല്ലാ കോൺസ്റ്റിറ്റ്യുവൻസിയും BJP വലിയ പ്രതീക്ഷകളുണ്ട് ഈ തിരഞ്ഞെടുപ്പിൽ. ഇപ്പോൾ ഒറ്റപ്പാലം നമ്മൾ എടുത്തു നോക്കുമ്പോൾ കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ വലിയ രീതിയിലുള്ള മുന്നേറ്റം ഇന്ത്യക്ക് കാഴ്ചവെക്കാൻ സാധിച്ചൊരിടമാണ് ഒറ്റപ്പാലം. അപ്പോൾ എന്തൊക്കെയാണ് ഒറ്റപ്പാലത്തിൻ്റെ പ്രതീക്ഷകൾ? ഞാൻ നോക്കുമ്പോൾ ഹാർഡ് കോർ CPM ഒരു പ്രഭാവം ഉണ്ടായിരുന്ന സ്ഥലം തന്നെയാണ്. പക്ഷെ ഇന്ന് ആ CPM പോലും അവരുടെ ലീഡർഷിപ്പിനെ വെറുക്കുന്നുണ്ട്. അപ്പോൾ അവർക്കൊരു മാറ്റം വേണം. അതുപോലെ തന്നെ കോൺഗ്രസ് എന്ന് പറഞ്ഞാൽ എന്താണെന്നുള്ളതും BJPയും അങ്ങനെ ഈക്വലായിട്ട് നിൽക്കുന്നൊരിതാണ്. പിന്നെ ഇവിടെ കുറേ ന്യൂട്രൽ വോട്ടുകാരാണ്. ആളെ നോക്കി ഈ ആൾ വന്നാൽ എനിക്ക് ഓക്കെ എന്ന് പറഞ്ഞിട്ട് അത് അവരുടെ വീട്ടിൽ ചിലപ്പോൾ ഭർത്താവ് കോൺഗ്രസോ കമ്മ്യൂണിസ്റ്റോ ആയിരിക്കാം. പക്ഷെ അവിടെയുള്ള ലേഡീസിൻ്റെ ചിന്താഗതി മാറിയിരിക്കുന്നു. ബേസിക്കലി ദേ ആർ ഇന്നസെൻറ്റ് പീപ്പിൾ. വളരെ നിഷ്കളങ്കരായിട്ടുള്ള ആളുകളാണ് ഒറ്റപ്പാലത്ത്. ഇവിടെ നിങ്ങളൊരു കമ്മ്യൂണൽ വയലൻസ് ഒന്നും കണ്ടു കാണില്ല. ഹിന്ദു മുസ്ലിം തമ്മിൽ ഒരു ബന്ധമില്ല. തച്ചനാട്ടുകാരിലോ അല്ലെങ്കിൽ എവിടെ പോയി കഴിഞ്ഞാലും ശരി, അവിടെയും അതിൽ പറഞ്ഞു ആ ഏരിയയിൽ വരുമ്പോഴാണ് ഞാനിങ്ങനെ തരിക്കഞ്ഞിൻ്റെ കാര്യം പറഞ്ഞപ്പം സാറൊന്ന് നിൽക്ക് 5 മിനിറ്റ് ഞാൻ അവളെ കൊണ്ട് ഉണ്ടായിപ്പിക്കാമെന്ന് പറയണമെങ്കിൽ അവർ നിഷ്കളങ്കരാണ് ബേസിക്കലി. അപ്പോൾ നിങ്ങളവരെ കെടുത്തായിരുന്നാണ്. അപ്പോൾ അവർ നോക്കിക്കൊണ്ട് വോട്ട് ചെയ്തോളൂ. ചിലപ്പോൾ അവർ എനിക്ക് തന്നെ വോട്ട് ചെയ്യായിരിക്കും. ഞാനും അതേ പറഞ്ഞു. സാറിന് എന്ത് ഉറപ്പാണ് അവർക്ക് നൽകാനുള്ളത്? ഞാൻ പറഞ്ഞതെന്ന് വെച്ചാൽ നിങ്ങൾക്ക് നിങ്ങളുടെ ഒരു പ്രശ്നം വരുന്ന സമയത്ത് നെഞ്ചു പിരിച്ച് നിൽക്കാൻ നിങ്ങളുടെ മുന്നിൽ ഞാനുണ്ടായിരിക്കും. ഈ ഉറപ്പൊരു പട്ടാളക്കാരൻ്റെ ഉറപ്പാണ്. പിന്നെ ഞാൻ ചില പോളിസികളൊക്കെ പറഞ്ഞിട്ടുണ്ട്, അത് നടപ്പാക്കാൻ എന്നെക്കൂടെ സാധിക്കും. കാരണം സെൻട്രൽ ഗവൺമെൻറ്റിൽ നിന്ന് കിട്ടേണ്ടതായിട്ടുള്ള പോളിസി ഞാനിവിടെ ജയിച്ചു കഴിഞ്ഞാൽ എന്നെക്കൂടെ നടപ്പാക്കാൻ സാധിക്കും. കാരണം മോദി അവിടെ ഇരിപ്പുണ്ട്, ഞാൻ അവിടെ പോയി കാലിലൂടെ എൻ്റെ കോൺസ്റ്റിറ്റ്യൂൻസി തരാമെന്നുള്ളത് തന്നെ പറ്റും. ഇപ്പോൾ ഇതിന് മുമ്പ് തന്നെ ഞാൻ ഓൾറെഡി സുരേഷ് ഗോപിയായിട്ട് സംസാരിച്ചിട്ട് ഒരു മെമു ട്രെയിൻ ഇന്നലെ ഉദ്ഘാടനം ചെയ്യാം. അതെന്തുകൊണ്ട് പാലക്കാട് എന്തുകൊണ്ട് ഒറ്റപ്പാലത്തൂടെ ആയിക്കൂടെ? അപ്പോൾ സുരേഷിൻ്റെ ചേട്ടാ ഞാനത് ഇപ്പം തന്നെ ശരിയാക്കാം, പക്ഷേ ഞാനത് തൃശ്ശൂരിൽ നിന്ന് കൊടുക്കും കേട്ടോ, എൻ്റെ ഈ കോൺസ്റ്റിറ്റ്യൂൻസിയിൽ. അപ്പോൾ ഓൾറെഡി ഹി ഹാസ് സെൻഡ് എ ലെറ്റർ. ആ മെമു തൃശ്ശൂരിൽ നിന്ന് പൊള്ളാച്ചിക്ക് ആക്കണമെന്ന്. അപ്പം ഈ ഏരിയ നമ്മൾ മുഴുവൻ കവർ ചെയ്യും. അപ്പോൾ ഇതൊക്കെയാണ് ഞാൻ നോക്കുന്നത് എൻ്റെ കോൺസ്റ്റിറ്റ്യുവൻസിക്ക് എന്തെല്ലാം ചെയ്യാൻ പറ്റുന്നത്. പിന്നെ വെള്ളത്തിൻ്റെ പ്രശ്നത്തിൽ ഓൾറെഡി ഞാൻ ഒരു സൊല്യൂഷൻ കണ്ടുവച്ചിട്ടുണ്ട്. അപ്പോൾ അതെല്ലാം നോക്കിക്കഴിഞ്ഞാൽ ഐ തിങ്ക് ജനങ്ങൾക്ക് വേണ്ടി എനിക്ക് പലതും ചെയ്യാൻ പറ്റുമെന്നുള്ളൊരു ഉറപ്പുണ്ട്. വലിയ പ്രതീക്ഷയോടെ ഒറ്റപ്പാലത്തുകാർ സാറിനൊപ്പം നിൽക്കും എന്ന് നമുക്ക് ഉറപ്പുണ്ട്. നോക്കാം. ഞാനൊരു ഫാൾസ് വാഗ്ദാനങ്ങളും തരുന്നില്ല. പക്ഷെ എനിക്ക് എവിടെയോ ഒരു ഉറപ്പ് കിടപ്പുണ്ട്, ഞാൻ ഒരു പക്ഷേ ജയിക്കും കേട്ടോ. അമ്മയുടെ നാടിന്റെ സ്നേഹം എന്തായാലും കൂടെ ഉണ്ടാകും എന്നുള്ളതാണല്ലോ. പിന്നെ ഒന്നാമത് ഞാൻ ഈ ഭാരതപ്പുഴ വെക്കണ ഈ കാറ്റും വെള്ളമൊക്കെ യൂസ് ചെയ്തിട്ടുള്ള ആൾ. അപ്പം somehow I feel I am safe in their hands and they will be safe in my hands. നമസ്കാരം. നമസ്കാരം.